Good morning. Good morning, ma'am. Good morning. Good morning, Miss. Good morning. 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 Yes, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 6 മെട്രിക്സിലെ 4 മെട്രിക്സ് വരെ പറഞ്ഞിരുന്നു. Establish and monitor critical hospital performance metrics. പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് വരുന്നത് Go mobile with the cloud-based hospital maintenance application. Go mobile with the cloud-based hospital maintenance applications. Mobile work order solutions have many benefits for healthcare system. From more accurate and detailed data to taking and attaching pictures to the specific assets, work orders and location across your digital facility. നമുക്കറിയാം എന്താണ് മൊബൈൽ വർക്ക്സുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാന്നുള്ളത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ എന്താണ് മൊബൈൽ ആപ്ലിക്കേഷൻസ് അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റാസ് ട്രാക്ക് ചെയ്യാനും ഏതെങ്കിലും അസറ്റുമായി ബന്ധപ്പെട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റാച്ച് ചെയ്ത് അയച്ചു കൊടുക്കാനും അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനും ഒരു മൊബൈൽ ആപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് വർക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഓൾറെഡി റിയൽ ടൈമിൽ തന്നെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് വർക്കേഴ്സിന് കൊടുക്കുവാനും ലൊക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ എന്താണ് ഗോ മൊബൈൽ വിത്ത് ക്ലൗഡ് ബേസ്ഡ് ഹോസ്പിറ്റൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്ലൗഡ് ബേസ്ഡ് ഹോസ്പിറ്റൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ് അതായത് ആശുപത്രി ജീവനക്കാർക്ക് മൊബൈൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് മൊബൈൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങള് ഇപ്പൊ എവിടെ നിന്നും വിദൂരമായിട്ട് ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും എന്താണ് അവിടെ നിന്നും കൃത്യമായിട്ട് ആക്സസ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ ഫംഗ്ഷനിങ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്ലൗഡ് കമ്പ്യൂട്ടറിംഗ് അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൊബൈൽ ആപ്സ് വഴി ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്ത് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. മൊബൈൽ ആപ്സുകൾ വഴി നമുക്ക് എവിടെ നിന്ന് എന്താണ് അവിടെ നടത്തുന്ന മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഏതെങ്കിലും എക്യുപ്മെന്റ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പിക്ചേഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് അത് അയച്ചു കൊടുത്ത് എന്താണ് അത് എന്തൊക്കെ എവിടേക്കാണ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നതൊക്കെ കൃത്യമാണോ എന്നൊക്കെ നമുക്ക് അയച്ചു കൊടുത്ത് അപ്പൊ എന്താണ് റിയൽ ടൈമിൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ എന്താണ് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? യെസ്, ക്ലിയർ ആണോ? മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. മൊബൈൽ ആപ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള അവിടുത്തെ വർക്ക് സിറ്റുവേഷൻസ് നമ്മൾ ആക്സസ് ചെയ്യാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഇത്തരം മൊബൈൽ ആപ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് വരുന്നത്? ഒരു പ്രത്യേകത നമുക്ക് പറഞ്ഞത് എവിടെ നിന്നും നമുക്ക് ഇത് ആക്സസ് ചെയ്യാം. അല്ലെ, എത്ര ദൂരത്ത് നിന്നാണെങ്കിലും എന്താണ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ടൈം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ എന്താണ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് നടക്കും അല്ലെ, വർക്ക് ഫ്ലോ ഈസി ആക്കാൻ പറ്റും, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് നടക്കും. പിന്നെ എന്താണ് റിയൽ ടൈം ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ, റിയൽ ടൈം ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡാറ്റാസ് ട്രാക്ക് ചെയ്യാനും ഇത്തരം ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, റിയൽ ടൈം മോണിറ്ററിംഗ് നടക്കുന്നു, കൃത്യമായിട്ട് ഡാറ്റകൾ ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് പലതരത്തിലുള്ള ആപ്സുകൾ ഇപ്പോൾ നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആണ്. ഹെൽത്ത് കെയർ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട് പല മെഡിക്കൽ ആപ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്.
In mobile, CMMS give your technician the power to work on the go and manage maintenance tasks in the field, optimizing productivity and reducing workflow interruptions. In mobile, CMMS is CMMS എന്താണ്? CMMS in the software ആണ് CMMS. Yes, computerized software ആണ്, maintenance software ആണ് CMMS. അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെക്നീഷ്യൻസിനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് ഒരു CMMS മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്നീഷ്യന്മാർക്ക് എവിടെ ഇരുന്നും അവരുടെ ഫീൽഡ് വർക്കുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ടാസ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും. ഇപ്പൊ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്താണ്, ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ എന്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ഫ്ലോസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ അവിടെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ വർക്ക് ഫ്ലോസിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ CMMS ആപ്ലിക്കേഷൻസ് ടെക്നീഷ്യൻസ് ഉപയോഗിക്കുന്നത് വഴി എന്താണ്, വർക്ക് ഫ്ലോസ് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ഇവർക്ക് ആക്സസ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും വർക്ക് ഫ്ലോ തടസ്സങ്ങളോ ടാസ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ എന്താണ് റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് വർക്ക് ഫ്ലോ റിഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വർക്കിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Moreover, mobile CMMS apps allow you to take and attach pictures to work orders, view and updates asset histories, and record materials change and labor on site. This will reduce the amount of computer work everyone has at the end of the day. ഇനി നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മൊബൈൽ ആപ്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, കൃത്യമായിട്ട് അവിടെ നടക്കുന്ന അസറ്റ്സിന്റെ അല്ലെങ്കിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പിക്ചേഴ്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ഓർഡേഴ്സ് ആക്കി എന്താണ് അതൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് അസറ്റ് ഹിസ്റ്ററി, അവിടെ നടക്കുന്ന ഉപകരണങ്ങളുടെ ഹിസ്റ്ററീസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സുകൾ, അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് സൈറ്റിൽ നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആരാണോ അത് ആക്സസ് ചെയ്യുന്നത് അവർക്ക് കൃത്യമായിട്ട് അത് അയച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇപ്പൊ പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും അവിടെ എന്ത് പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ വരെ ആയി വർക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഓൺ സൈറ്റ്സിലെ ഇപ്പൊ നടക്കുന്ന സൈറ്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നടക്കുന്ന വർക്കിൽ എന്തെങ്കിലും തരത്തില് കംപ്ലീറ്റ് ഫിനിഷിങ് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അപ്പൊ തന്നെ അയച്ചു കൊടുക്കാനും, അതേപോലെ തന്നെ എന്താണ് അവർക്ക് ആ വർക്ക് പിന്നെ കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ടും സാധിക്കണം. This will reduce the amount of, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പിക്ചേഴ്സ് ഒക്കെ അയച്ചു കൊടുത്ത് വർക്ക് ഫ്ലോസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നത് വഴി എന്താണ് എന്തിന്റെ ജോലിയാണ് അവിടെ കുറയുന്നത്? ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒരു ഫുൾ ഡേ ഇരുന്ന് ചെയ്യുന്ന കമ്പ്യൂട്ടർ വർക്കേഴ്സ് ആണ് അവിടെ കുറയുന്നത്, അല്ലെ? This will reduce the amount of computer work everyone has the end of the day. എന്താണ് അത് നമ്മുടെ കമ്പ്യൂട്ടർ വർക്കിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഒരു സിസ്റ്റത്തിൽ ഇരുന്ന് നമ്മൾ കുറെ നേരം ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ നേരം മോണിറ്റർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ് ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും എളുപ്പം, അല്ലെ? അപ്പൊ അത് കമ്പ്യൂട്ടേഴ്സിന്റെ വർക്ക് ലോഡാണ് അവിടെ കുറയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലൗഡ് ബേസ്ഡ് ഹോസ്പിറ്റൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രി ജീവനക്കാർക്ക് എന്താണ് എവിടെ നിന്ന്, അതായത് വിദൂരമായിട്ട് എന്താണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനും, അതോടൊപ്പം തന്നെ എന്താണ് റിയൽ ടൈം മോണിറ്റർ ചെയ്യാനായിട്ടും വർക്ക് ഫ്ലോ ഈസി ആയിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയാനോ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്താനും വേണ്ടിയിട്ടാണ് നമ്മുടെ മൊബൈൽ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇത് ഉപയോഗിക്കുന്നത് എന്ത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻസ് അനുസരിച്ച് നമുക്കത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ സിക്സ് മെട്രിക്സിലെ ഏറ്റവും മികച്ച മറ്റൊരു രീതി എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്.
നെക്സ്റ്റ് 6 ലാസ്റ്റ് മെട്രിക്സ് ആണ്. മികച്ച അവസാനത്തെ രീതി എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവ് ചെയ്യാനുള്ള ഇന്റർഗ്രേറ്റ് യുവർ വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. ഇന്റർഗ്രേറ്റ് യുവർ വർക്ക് പ്ലാൻ. ഇത് ഇനിയും ഷോർട്ടായി പറയണോ? ഇത് ഇനിയും ഷോർട്ടായി പറയണേ? പറഞ്ഞ കാര്യങ്ങള് ഇതാണോടോ? 5ാമത്തെ പോയിന്റ് ആണോ? യെസ്. നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ അകത്ത് പ്രവർത്തിക്കുന്നവരെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വർക്ക് ഫ്ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ, ആശുപത്രി ജീവനക്കാർക്ക് മൊബൈൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ എവിടെ നിന്നും ആക്സസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് എന്ത്? മൊബൈൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രയോജനം എന്താണ്? ആശുപത്രി ജീവനക്കാർക്ക് കൃത്യമായിട്ടൊരു ഇന്ററാക്ഷൻസിലൂടെ വർക്ക് സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഷെയർ ചെയ്യുവാനും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, റിയൽ ടൈം മോണിറ്ററിംഗ് നടക്കുന്നു. പിന്നെന്താണ്? കൃത്യമായിട്ട് ഡാറ്റാസ് ട്രാക്ക് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നടക്കുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായില്ലേടോ? നമ്മൾ ഇന്നലെയൊക്കെ പഠിച്ചതിനേക്കാൾ എത്രയോ വേഗമാണ് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലത്. നെക്സ്റ്റ് വൺ ക്ലാസ് മെട്രിക്സ് ആണ്. ഇന്റർഗ്രേറ്റ് യുവർ വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. അങ്ങനെ വർക്ക് ഓർഡറുകളും ഫ്ലോർ പ്ലാൻസുകളും എന്ത് ചെയ്യണം? ഇന്റർഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ഓർഡറുകളും ഫ്ലോർ പ്ലാൻസും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുക. എങ്ങനെയാണത്? If your building drawings and work orders are digital, layer these two elements and use this insight into your team schedule and their roles. This allows your organization to manage both corrective work requests more efficiently and preventive maintenance work orders within your CMMS environment quicker and more accurately. നമ്മള് ഈ വർക്ക് ഓർഡറുകളും ഫ്ലോർ പ്ലാൻസുകളും തമ്മിൽ സംയോജിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവിടെ നടക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ബിൽഡിംഗ് ഡ്രോയിങ്സിലെല്ലാം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ? എല്ലാ ഓർഡേഴ്സും എന്താണ്? ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റലൈസ് ചെയ്താക്കണം കൊണ്ട് തന്നെ എന്താണ്? നമുക്ക് ഇതൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പ്രോഗ്രാംസ് ഒക്കെ എന്താണ് ഷെഡ്യൂൾ ചെയ്തിട്ട് കറക്റ്റ് റൂട്ടിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്താണ്? പല കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതായത് എന്തെങ്കിലും തരത്തില് പ്രിവെന്റീവ് മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതുമായി ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ CMMSുമായിട്ട് നമ്മൾ ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്താണ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ അവിടെ, അതായത് വേറെ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊന്നും തന്നെ വരാതെ എന്താണ് ഇതുമായി സോഫ്റ്റ്വെയറുമായിട്ട് മാത്രം സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്താണ് കൃത്യമായിട്ട് വർക്ക് ഫ്ലോസും അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടായതുകൊണ്ടായിട്ട് ഡിജിറ്റലൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നതിനും കറക്റ്റ് റൂൾസുകൾ കൃത്യമായിട്ട് തയ്യാറാക്കുന്നതിനും എന്തെങ്കിലും കറക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണ് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വർക്ക് ഓർഡേഴ്സ് ഒക്കെ എന്താണ് നമുക്ക് CMMSുമായിട്ട് ലിങ്ക് ചെയ്ത് സംയോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ merging your work orders and floor plans through your mobile CMMS apps also reduce data entry errors and redundant tasks while providing you with more up-to-date reports and response to your customers. എന്താണ് നമ്മൾ ഈ CMMSുമായിട്ട് നമ്മുടെ ഡാറ്റാസ് ഒക്കെ ലിങ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലോർ പ്ലാൻസ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? അതിൽ കൊടുക്കുന്ന ഡാറ്റാസിൽ വരുന്ന അല്ലെങ്കിൽ ഡാറ്റയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തിനേയും ഇറേഴ്സ് വരാതെ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ വരാതെ നമുക്കതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നാണ് പറയുന്നത്, നമ്മുടെ ഓർഡേഴ്സും വർക്ക് പ്ലാൻസ് ഒക്കെ നമ്മൾ CMMSുമായിട്ട് ഇന്റർഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ വരുന്ന പല ഇററുകൾ അല്ലെങ്കിൽ പല തെറ്റുകുറ്റങ്ങളും നമുക്ക് എന്താണ് കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു. അതായത് അനാവശ്യമായിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും പിശകുകള് എന്താണ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് റിട്ടേൺ ദ ടാസ്ക് വൈൽ പ്രൊവൈഡിങ് യു വിത്ത് മോർ ടു അപ്ഡേറ്റ് റിപ്പോർട്ട്സ് ആൻഡ് റെസ്പോണ്ട് ടു യുവർ CMMS കസ്റ്റമേഴ്സ്. എന്താണ് കസ്റ്റമേഴ്സിന് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റാസും റിപ്പോർട്ട്സുകളും അല്ലെങ്കിൽ പ്രതികരണങ്ങളും നൽകാനായിട്ട് സാധിക്കും.
അതായത് നമ്മൾ CMMC കൊടുക്കുന്ന ഡാറ്റാസില് ഒരു എറേഴ്സും വരാതെ അല്ലെങ്കിൽ പിശകുകളൊന്നും വരാതെയാണെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനും സാധിക്കും. നമ്മുടെ കസ്റ്റമേഴ്സിന്, നമ്മുടെ ഉപഭോക്താക്കൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ ഇൻഫോർമേഷൻസും റിപ്പോർട്ട്സും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ CMMSുമായിട്ട് നമ്മുടെ ഓർഡേഴ്സും ഫ്ലോർ പ്ലാൻസ് ഒക്കെ ലിങ്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ കാര്യങ്ങളെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡാറ്റാസിൽ വരുന്ന ഇററുകൾ, പിശകുകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി നമ്മൾ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ അവിടെ വർക്ക് ഫ്ലോ എന്താണ് കുറച്ചുകൂടി ഈസി ആയിട്ടും എഫിഷ്യന്റ് ആയിട്ട് അവിടെ കൃത്യമായ രീതിയിൽ നടക്കാനായിട്ട് സാധിക്കും. ഇതാണ് എന്താ ഇന്റർഗ്രേറ്റ് യുവർ വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. നമ്മുടെ വർക്ക് ഫ്ലോ ഓർഡേഴ്സുകളും ഫ്ലോർ പ്ലാൻസുകളും നമ്മൾ എന്തിലാണ് ലിങ്ക് ചെയ്യുന്നത്, അല്ലെ എന്തിലാണ് ഇന്റർഗ്രേറ്റ് ചെയ്യുന്നത്? CMMSലേക്ക് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഓർഡേഴ്സും ഡിജിറ്റലൈസ് ചെയ്യുന്നു. ഡിജിറ്റലൈസ് ചെയ്യുന്നതോടെ എറേഴ്സുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? Then connecting your floor plans and work orders give technician easy access to equipment history, including both corrective and preventive work orders. Managers can also view the completed the work and their comments. Connecting your floor plans and work orders give the technician easy access to equipment history. എന്താ പറയുന്നത്? നമ്മുടെ വർക്ക് ക്ലോസുകളും അല്ലെങ്കിൽ ഓർഡേഴ്സ് ഒക്കെ എന്താണ് കൃത്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് കൊണ്ട്, ഇന്റർഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് ടെക്നീഷ്യന്മാർക്ക് അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു എക്യുപ്മെന്റിന്റെ ഹിസ്റ്ററി, അതിന്റെ ബാക്കിയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ടെക്നീഷ്യൻസിന് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനും, അതോടൊപ്പം തന്നെ എന്താണ് ഇൻക്ലൂഡിംഗ് ബോത്ത് കറക്റ്റീവ് ആൻഡ് പ്രിവന്റീവ് വർക്ക് ഓർഡേഴ്സ്. പിന്നെന്താണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ വർക്കുകൾ കൊടുക്കണമെങ്കിൽ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഇപ്പൊ മെയിൻ്റെനൻസ് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടു കഴിഞ്ഞാൽ ടെക്നീഷ്യൻസിന് എന്താണ് കൃത്യമായ രീതിയിൽ അത് അറിയുന്നതിനും അത് തിരുത്താനുള്ള ഒരു അവസരം കൂടി അവർക്ക് കിട്ടുകയാണ്. ഇനി മാനേജേഴ്സ് ക്യാൻ ആൾസോ വ്യൂ ഹു കംപ്ലീറ്റഡ് ദ വർക്ക് ആൻഡ് ദെയർ കമന്റ്സ്. ആരാണ് ജോലി പൂർത്തിയാക്കിയതെന്നും അവരുടെ കമന്റ്സ് മാർക്ക് കാണാൻ സാധിക്കും. ആർക്കാണ് കാണാൻ സാധിക്കുന്നത്? മാനേജർക്ക് കാണാനായിട്ടും സാധിക്കും. ആരാണോ വർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഫങ്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ലിങ്ക് ചെയ്ത് പോകുന്നത്, അല്ലെ? അപ്പൊ തന്നെ എന്താണ് ഇവർ ചെയ്യുന്ന വർക്കുകൾ അത് ആരാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എന്നും അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ കമന്റ്സ് മാർക്ക് കാണാൻ സാധിക്കും, മാനേജർക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത് നമ്മൾ എന്താണ് ഈ ഫ്ലോർ പ്ലാൻസും വർക്ക് ഓർഡേഴ്സും ഒക്കെ എന്താണ് ടെക്നീഷ്യൻസുമാർക്ക് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ടും അതിന്റെ ഹിസ്റ്ററീസുകൾ പരിശോധിക്കാനും എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് എന്താണ് പ്രതിരോധ വർക്കേഴ്സിൽ അല്ലെങ്കിൽ പ്രതിരോധ വർക്കുകൾ കൊടുക്കാനായിട്ട് അവർക്ക് അത് ആക്സസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫുകൾ ചെയ്യുന്ന വർക്കുകൾ മാനേജർക്ക് കൃത്യമായിട്ട് കാണാനും അല്ലെങ്കിൽ അവരുടെ കമന്റ്സുകൾ എത്ര പേര് ജോലി പൂർത്തിയാക്കി എന്ന് കൃത്യമായിട്ട് മാനേജർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതിന്റെ കമന്റ്സ് ആര് വായിക്കുന്നുണ്ട്? മാനേജേഴ്സ് വായിക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം തന്നെ കമ്പ്യൂട്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആയിട്ട് ലിങ്ക് ആയതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹത്തിന് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? Yes. The other advantages of a mobile work order system include എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമ്മള് ഈ മൊബൈൽ വർക്ക്സ് അല്ലെങ്കിൽ മൊബൈൽ ആപ്സ് വഴി ഇതൊക്കെ ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? കളക്ടിങ് വർക്ക് റിലേറ്റഡ് ഡാറ്റ ഇലക്ട്രിക്കലി ഇൻ ദ ഫീൽഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് മൊബൈൽ വർക്ക് ഓർഡർ സിസ്റ്റം ഇൻക്ലൂഡ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഫസ്റ്റ് ഗുണം എന്ന് പറയുന്നത് എന്താണ്? കളക്ടിങ് വർക്ക് റിലേറ്റഡ് ഡാറ്റ ഇലക്ട്രിക്കലി ഇൻ ദ ഫീൽഡ്. എന്താണ് ഇലക്ട്രിക്കലി ഡാറ്റാസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ജോലി ഡാറ്റാസും നമ്മൾ ഇലക്ട്രോണിക് രീതിയിലാണ് ഇവിടെ സ്വീകരിക്കുന്നത്, അല്ലെ? എല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിജിറ്റലൈസ് സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ എല്ലാ ഡാറ്റാസും എടുക്കുന്നത്, അല്ലെ?
ഓക്കെ, അപ്പൊ അതൊരു ഗുണം തന്നെയാണ്. നമുക്ക് വേറെ അവിടെ മിസ്റ്റേക്സുകൾ വരാതെ തന്നെ എന്താണ് കൃത്യമായ ഡാറ്റ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതായത് എന്താണ് ഇലക്ട്രിക്കൽ രീതിയിലാണ് നമ്മൾ എല്ലാ ഡാറ്റാസും സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് ആ ഇലക്ട്രിക്കൽ രീതികൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊന്നും ഓർക്കുന്നുണ്ടോ? ബാർകോഡ്സ് ഉപയോഗിക്കുന്നത് അല്ലെ, ബാർകോഡ് ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് മൊബൈൽ ഡിവൈസസ്, മെഡിക്കൽ ആപ്സുകള്, പിന്നെന്താണ് ഇത്തരം ഡിജിറ്റലൈസ്ഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതോടെ ഇലക്ട്രിക്കലി ഇൻ ദ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക്കലി ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് നമ്മൾ അവിടെ സ്വീകരിക്കുന്നത് അല്ലെ. ബാർകോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഡിവൈസസ്, മൊബൈൽ ആപ്സുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഇംപ്രൂവ് ആവുന്നത്? ഇംപ്രൂവ് എഫിഷ്യൻസി, നല്ല രീതിയിൽ കാര്യക്ഷമത വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റാസിൽ ഒരു ഇറേഴ്സും വരാതെ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസിൽ ഒരു ഇറേഴ്സും ഒന്നും തന്നെ വരുന്നില്ല. കാരണം നമ്മൾ ബാർകോഡ്സ് ഒക്കെ പറഞ്ഞു, ബാർകോഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള കോഡ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഐഡന്റിഫിക്കേഷൻസും അതിന്റെ പ്രൈസ്, അതിന്റെ ഡീറ്റെയിൽസും ട്രാക്കിംഗ് ഡാറ്റാസ് ഒക്കെയാണ് ബാർകോഡ്സിൽ വരുന്നത്. വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ്. അവിടെ ആ ഇൻഫർമേഷൻസ് വേറെ ഒന്നും രീതിയിലേക്ക് മാറുന്നില്ല. ഓക്കെ, മൊബൈൽ വർക്സിന്റെ ആദ്യത്തെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നല്ല രീതിയിലുള്ള ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് അതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Second one, eliminating errors from reading handwritten notes on paperwork orders. Eliminating errors from reading handwritten notes on paperwork orders. നമ്മൾ ഇവിടെ പേപ്പർ വർക്സിലാണോ വർക്ക് ചെയ്യുന്നത്? പേപ്പർ വർക്സ് ആണോ അല്ലെങ്കിൽ ഹാൻഡ് റിട്ടേൺ ആയിട്ടാണോ, എഴുതിയാണോ നമ്മൾ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്നത്? അല്ല അല്ലെ. ഇവിടെ പേപ്പർ വർക്സ് അല്ല നടക്കുന്നത്, പ്രത്യേകിച്ച് എന്താണ് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. ഇതിനാൽ തന്നെ എന്താണ് നമുക്ക് ഇറേഴ്സുകൾ അല്ലെങ്കിൽ പിശകുകൾ വരുന്നത് എലിമിനേറ്റ് ചെയ്യാനായിട്ട്, അതൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും. മൊബൈൽ ആപ്സുകൾ ഉപയോഗിക്കുന്നത് വഴി പേപ്പർ റെക്കോർഡ്സിന്റെ ഉപയോഗം അവിടെ കുറയാണ് അല്ലെ. ഓക്കെ, നമ്മള് ഒരു പേപ്പറിൽ സൂക്ഷിക്കുക, പേപ്പറിൽ രേഖപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഡാറ്റാസ് നമുക്ക് എന്തിൽ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും? ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്സിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പേപ്പർ വർക്ക്സ് ഓർഡേഴ്സിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? മൊബൈൽ ബേസ്ഡ് വർക്കുകൾ തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതൊരു ഗുണമായിട്ട്, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. മനസ്സിലായോ? Then, okay. മനസ്സിലായില്ലേ പിള്ളേരത്? Next, gather accurate data readings by restricting the type of input and range of values of each question, or include your big list of responses. Gather accurate data readings by restricting the type of input and range of value of each questions. എന്താണ് നമ്മൾ ഇവിടെ പറയുന്നത്? നമ്മൾ ഈ ആപ്സുകൾ ഉപയോഗിക്കുന്നത് വഴി എന്താണ് കൃത്യവും സ്ഥിരതയുമുള്ള ഡാറ്റ ശേഖരണം അല്ലെങ്കിൽ ഡാറ്റ ശേഖരണം നമുക്ക് ഉറപ്പാക്കാൻ കഴിയും അല്ലെ. നമ്മൾ ആപ്സുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു റിവേഴ്സും കൂടാതെ തന്നെ നമ്മളിപ്പോ അതിൽ വരുന്നത് ഒരുപാട് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ മാനേജേഴ്സിന് നമ്മുടെ വർക്കേഴ്സിന്റെ കമന്റ്സുകൾ സ്വീകരിക്കാൻ, കമന്റ്സുകൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ടൈപ്പിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെക്ക് ലിസ്റ്റില് നമ്മുടെ പിക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ റെസ്പോൺസിൽ ഓരോരുത്തരുടെ റെസ്പോൺസ് രേഖപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ എന്താണ് കൃത്യമായ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ കൊടുത്തിരിക്കുന്ന ഡാറ്റ എങ്ങനെയുള്ളതായിരിക്കും? കൃത്യവും സ്ഥിരതയുള്ള ഡാറ്റാസ് ആയിരിക്കുള്ളൂ എന്തിലുണ്ടായിരിക്കുക? മൊബൈൽ ആപ്ലിക്കേഷൻസിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു നേരത്തെ നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റും, നല്ല രീതിയിൽ ഒരു ആശയവിനിമയം നടത്താനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ടുള്ള ഒരു പിക്ക് ലിസ്റ്റുകളുണ്ട്, റെസ്പോൺസ് കോഡ്സുകളുണ്ട്, റെസ്പോൺസ് ക്വസ്റ്റ്യൻസുകൾ അവിടെ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഇപ്പൊ നിങ്ങളുടെ മെയിൻ്റനൻസ് വർക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഏതാണ് ഇനി ഫിനിഷ് ചെയ്യാനുള്ളത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടൊരു ആശയവിനിമയം നടത്താനും കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ, എക്യുപ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ അതിലുണ്ടാകുന്ന ഡാറ്റ എങ്ങനെയായിരിക്കും? വളരെ സെക്യൂർഡ് ആയിരിക്കും, വളരെ ഇറേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഡാറ്റാസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം വർക്ക് ഫ്ലോസ് കൂടി കുറച്ചുകൂടി നമുക്ക് എളുപ്പമാക്കാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിലുണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരതയുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കുള്ളൂ മൊബൈൽ ആപ്ലിക്കേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ മൊബൈൽ ആപ്സ് അല്ലെങ്കിൽ ഇത്തരം കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതൊരു ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. മനസ്സിലായോ? Then last advantages, receiving new work orders in the field without returning to the office. Receiving new work orders in the field without returning to the office. എന്ന് പറയാമോ അതെന്താണെന്ന്? Receiving new work orders in the field without returning to the office എന്ന് പറയുന്നത് എന്താണ്? ഇത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഓഫീസിൽ പോയിട്ട് വേണം വർക്ക് ഓർഡേഴ്സ് എടുക്കാനായിട്ട് ആണോ? ഓഫീസിലേക്ക് പോവാതെ തന്നെ എന്താണ് പല കാര്യങ്ങളും മൊബൈൽ ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് വർക്ക് ഓർഡേഴ്സും അതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും സാധിക്കും. ഇപ്പൊ ഓഫീസിലേക്ക് പോവാതെ തന്നെ അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരാതെ തന്നെ നമുക്ക് വർക്ക് ഓർഡേഴ്സ് ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ എന്താണ് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാനായിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പൊ നോട്ടിഫിക്കേഷൻസ് വരും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ ഓർഡർ വന്നാലും അതിന്റെ നോട്ടിഫിക്കേഷൻസ് വരും, അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാൻ പറ്റും. അത് ഓഫീസിൽ പോയി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലെ, ഇൻ കേസ് അത് ഏത് സമയത്താണെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ അതും നമ്മുടെ ഇത്തരം കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻസിന്റെ ഒരു ഗുണമായിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അത് പഠിക്കണോട്ട് ഇമ്പോർട്ടന്റ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് മൊബൈൽ വർക്ക് ഓർഡർ സിസ്റ്റം എന്തൊക്കെയാണ്? കളക്ടിങ് വർക്ക് റിലേറ്റഡ് ഡാറ്റ ഇലക്ട്രിക്കലി ഇൻ ദ ഫീൽഡ്. നമ്മൾ ഇങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിജിറ്റൽ ആയിട്ടുള്ള ഡാറ്റാസ് ഇലക്ട്രിക്കലി ആണ് സ്വീകരിക്കുന്നത്. ഇലക്ട്രിക്കലി എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്? മൊബൈൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള അത്തരം ആപ്സുകള് ബാർകോഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഡിവൈസസുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. പിന്നെ പേപ്പർ റെക്കോർഡ്സിന് നോക്കുന്ന സമയത്ത് എന്താണ് ഇത്തരം പേപ്പർ റെക്കോർഡ്സുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മൊബൈൽ ആപ്സുകളാണെങ്കിൽ എന്താണ് പലതരത്തിലുള്ള ഇറേഴ്സുകൾ പിശകുകൾ നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ് നമുക്ക് എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ സ്ഥിരതയും കാര്യക്ഷമമായിട്ടുള്ള ഡാറ്റ നമുക്ക് എപ്പോഴും സ്വീകരിക്കാനും അതിന്റെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ച് അതിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, receiving new work orders in the field without returning to the office. നമ്മള് ഇപ്പൊ ഒരു ഓഫീസിലേക്ക് പോവാതെ തന്നെ എന്താണ് പല കാര്യങ്ങളും മൊബൈൽ ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ എന്ത് വേണമെങ്കിലും അത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെയാണ് എന്റെ മൊബൈൽ വർക്ക് ഓർഡർ സിസ്റ്റത്തിന്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾ 4 പോയിന്റും? Okay. With age of digitalization comes an advanced ability to monitor and improve your maintenance program. This increase your hospital facility reliability or to implement a more proactive method. അപ്പൊ നമ്മള് ഇത്രയും മെട്രിക്സുകൾ പഠിച്ചല്ലേ, 6 മെട്രിക്സുകൾ പഠിച്ചപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ 6 മെട്രിക്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത്? മെയിൻ്റനൻസ് പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വരുന്നത്, എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലെ. സാധാരണ നമ്മള് ഒരു മാൻ പവർ ഉപയോഗിച്ചിട്ടല്ല, ഇവിടെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ മോണിറ്റർ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മെയിൻ്റനൻസ് പ്രോഗ്രാംസ് നമുക്ക് നല്ല ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് ദിസ് ഇൻക്രീസ് യുവർ ഹോസ്പിറ്റൽ ഫെസിലിറ്റി റിയലബിലിറ്റി ആൻഡ് OEE ടു ഇംപ്ലിമെന്റ് ആർ മോർ പ്രൊആക്റ്റീവ് മെത്തേഡ്. എന്താണ് OEE? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. OEE ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ് അല്ലെ. അതായത് എല്ലാത്തരം ആപ്ലിക്കേഷൻസ് പ്രത്യേകിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മള് ഇത്തരം വർക്ക്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കൂടി തന്നെ എന്താണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ ഓവറോൾ എക്യുപ്മെന്റ്സ് എഫക്റ്റീവ്നെസ് നിലനിർത്താനായിട്ട്
നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇതോടെ ഇത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അത് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 6 മെട്രിക്സും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 6 മികച്ച രീതികളും. ഓക്കെ, യെസ്. 6 മെട്രിക്സുകൾ കഴിഞ്ഞു കേട്ടോ. ഈ 6 മികച്ച രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് സ്റ്റാഫ് ആണ്. The composition and size of your maintenance team will naturally depend on the size and complexity of facility and physical assets. In general, the following positions are likely to be here. ഇനി നമ്മുടെ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ അസസിന് ഭൗതിക പരിസ്ഥിതിയുടെ വലിപ്പം എത്രത്തോളമാണ്, അല്ലെങ്കിൽ ചെറിയ സംവിധാനങ്ങളാണെങ്കിൽ ചെറിയ തരം സ്റ്റാഫ്, ചെറിയ നമ്പർ ഓഫ് സ്റ്റാഫ് മാത്രം ഉണ്ടാവും. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെങ്കിൽ എന്താണ് ഒട്ടനവധി സൈറ്റ്. ഇപ്പൊ നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് വലിപ്പം വലുതാണെങ്കിൽ അതിന്റെ ഫെസിലിറ്റി കൂടുന്നതിനനുസരിച്ച് സ്റ്റാഫുകളുടെ എണ്ണം കൂടും. പക്ഷെ എന്താണ് ജനറലി പ്രധാനമായിട്ട് 2 പൊസിഷൻസിലുള്ള സ്റ്റാഫുകളാണ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അത് ആരൊക്കെയാണ്? ഒന്ന് ഫെസിലിറ്റീസ് മാനേജർ, മെയിൻ്റനൻസ് സൂപ്പർവൈസർ. എന്നാരാണ്? ഫെസിലിറ്റീസ് മാനേജർ ആൻഡ് മെയിൻ്റനൻസ് സൂപ്പർവൈസർ. ഓക്കെ, അതില് ഫെസിലിറ്റി മാനേജർ ആരാണെന്ന് നോക്കാം. ഫെസിലിറ്റീസ് മാനേജർ ലീഡ്സ് ടു ദ മെയിൻ്റനൻസ് ടീം ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റനൻസ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓൺ എ സ്ട്രാറ്റജിക് ലെവൽ. You may not see them moving around the premises like other maintenance workers, but their work ensures that everything maintenance related runs smoothly. ഇപ്പോൾ ഫെസിലിറ്റി മാനേജറുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹമാണ് ഓവറോൾ ആയിട്ടുള്ള പെർഫോമൻസുകളെല്ലാം തന്നെ എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ട് പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്ലാനിങ് തയ്യാറാക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വളരെ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ആരാണ്? ഫെസിലിറ്റി മാനേജർ ആണ്. ഇനി നമ്മള് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇദ്ദേഹത്തെ കാണണമെന്ന് ഉണ്ടായിരിക്കില്ല. പക്ഷെ അതായത് പ്രിമൈസസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വർക്കേഴ്സിനെ മാത്രമായിരിക്കും കാണുന്നത്. പക്ഷെ എല്ലാ വർക്ക്സിന്റെയും പുറകിൽ ആരുടെ കൈകൾ ഉണ്ടായിരിക്കും? ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് ബാക്കി സ്റ്റാഫുകൾ അവിടെ വർക്ക് ചെയ്യുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കാരണം ഫെസിലിറ്റി മാനേജറുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൃത്യമായ വർക്കുകൾ നടക്കുന്നത്. ഓക്കെ, യെസ്. ഫെസിലിറ്റി മാനേജർ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹമാണ് ആ ഫെസിലിറ്റി അല്ലെങ്കിൽ മെയിൻ്റനൻസ് ടീമിന്റെ പ്രധാന പ്ലാനിങ് തയ്യാറാക്കുന്നതും എക്സിക്യൂഷൻ ചെയ്യുന്നതും, അതായത് ആ പ്ലാൻ നടത്തുന്നതും ആരാണ്? ഫെസിലിറ്റി മാനേജർ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ വർക്ക് സൈറ്റിൽ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കില്ല. അവിടെ കാണാൻ സാധിക്കുന്നത് വർക്കേഴ്സിനെ മാത്രമായിരിക്കും. പക്ഷെ എല്ലാ വർക്ക്സും സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ കാരണം ഇദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വർക്കുകൾ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ ഫെസിലിറ്റി മാനേജർ ആരാണെന്ന്? അടുത്തത് മെയിൻ്റനൻസ് സൂപ്പർവൈസർ. The maintenance supervisor works like a go between the facility manager and other member of the team. They work directly with the team on interrupting policies, handing down instruction, passing information across, and generally assign and coordinating daily work tasks. Maintenance supervisor. എന്തായിരിക്കും ഒരു സൂപ്പർവൈസറുടെ ഡ്യൂട്ടി? അതായത് ഫെസിലിറ്റി മാനേജർക്കും ടീമിലെ അംഗങ്ങൾക്കും ഇടയിലായിട്ട് പ്രവർത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ആരുടെ? മെയിൻ്റനൻസ് സൂപ്പർവൈസർ. അതായത് ഫെസിലിറ്റി മാനേജറിന്റെ ഇടയിലും അതുപോലെ ടീമുകളുടെ ഇടയിലായിട്ടുള്ള ആ ഒരു പൊസിഷനാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? മെയിൻ്റനൻസ് സൂപ്പർവൈസർ കൈകാര്യം ചെയ്യുന്നത്. ബിറ്റ്വീൻ ദ ഫെസിലിറ്റീസ് മാനേജർ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ടീം. They work directly with the team on interrupting policy. ഇദ്ദേഹം ആരുടെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്? അതായത് ഫെസിലിറ്റി മാനേജർക്കും ടീം വർക്കിന്റെ ഇടയിൽ ഒരു ഇടനിലക്കാരന്റെ സ്ഥാനമാണ് മെയിൻ്റനൻസ് സൂപ്പർവൈസർക്ക് ഉള്ളത്. അപ്പൊ ഇദ്ദേഹം ആരുടെ കൂടി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? They work directly with the team, അല്ലെ?
സ്റ്റാഫുകളുടെ കൂടെ തന്നെ ആയിരിക്കും അദ്ദേഹം, അതായത് അവരുടെ പ്രവർത്തനങ്ങളെ മോണിറ്ററിങ് ചെയ്യാനായിട്ട്, ഇതൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിന്നായിരിക്കുള്ളൂ ആ സ്റ്റാഫുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നിന്നായിരിക്കുള്ളൂ അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അദ്ദേഹത്തിന്റെ മറ്റു ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ററപ്റ്റിംഗ് പോളിസീസ്. ഇന്ററപ്റ്റിംഗ് പോളിസീസ് എന്താണ്, നയങ്ങളൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഹാൻഡ്ലിംഗ് ഡൗൺ ഇൻസ്ട്രക്ഷൻസ്, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പാസിംഗ് ഇൻഫോർമേഷൻ അക്രോസ്, എന്തെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങളൊക്കെ ഇൻഫോം ചെയ്യണമെങ്കിൽ അതൊക്കെ എന്താണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സൂപ്പർവൈസറാണ്. അസൈനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ഡെയിലി വർക്ക് പ്ലാൻസ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി നടക്കുന്ന എല്ലാ ഡെയിലി വർക്ക്സും ഒരു ദിവസത്തെ എല്ലാ ജോലി വർക്കും എന്താണ്, അദ്ദേഹമാണ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്, മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, യെസ്. അപ്പോ മെയിൻ്റനൻസ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്താണ്, അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ആരുടെ ഇടയിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഫെസിലിറ്റി മാനേജർക്കും ടീമിലെ അംഗങ്ങൾക്കും ഇടയിൽ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം പ്രത്യേകിച്ച് ടീമിന്റെ കൂടെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ വിവിധ തരത്തിലുള്ള നയങ്ങൾ വ്യാഖ്യാനിക്കുന്ന പോളിസീസ് ഒക്കെ ഇന്ററപ്റ്റ് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഡേ ടു ഡേ വർക്ക്സ് അല്ലെങ്കിൽ ഡെയിലി നടക്കുന്ന വർക്ക്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ് മെയിൻ്റനൻസ് സൂപ്പർവൈസർ ചെയ്യുന്നത്. എല്ലാത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നു കേട്ടോ. ഓക്കെ, they regularly update the facility manager and strive to ensure that the instructions are fully and completely implemented. എന്താ പറയുന്നത്, they regularly update the facilities manager and strive to ensure that instructions are fully and completely implemented. ഇനി മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആണ് അവിടെ നടക്കുന്ന എല്ലാ വർക്ക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് വർക്ക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഗുലർലി ആർക്കാണ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നത്, ആരോടാണ് പറയുന്നത്, ഫെസിലിറ്റി മാനേജർ അല്ലെ. ഫെസിലിറ്റി മാനേജർക്കാണ് സൂപ്പർവൈസർ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് കൊടുക്കുന്നത്. ഫെസിലിറ്റി മാനേജറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വരുത്തണമെങ്കിൽ എന്താണ്, അതൊക്കെ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ആരാണ്, മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആണ്. മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആണ് മാനേജറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മാനേജർക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വെബ്സൈറ്റില് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്, മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, മനസ്സിലായോ മെയിൻ്റനൻസ് സൂപ്പർവൈസർ ആരാണെന്ന്? അടുത്ത് പറയട്ടെ ടീച്ചർ. നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് ആണ്. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് ആണ്. മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് ആർ സ്കിൽഡ് ബ്ലൂ കോളർ വർക്കേഴ്സ് വിത്ത് ഹാൻഡ്സ് ഓൺ training required to work directly on machine repair and servicing. They are mainly different types of maintenance technicians, but for hospital, you will most likely need electrician, plumbers, HVAC technicians, and medical equipment technicians. For maintenance technicians എന്ന് പറഞ്ഞാൽ എന്താണ്, are skilled blue collar workers ആണ്. എന്താണ് ബ്ലൂ കോളർ വർക്ക്? നമ്മൾ വൈറ്റ് കോളർ ജോബ്സ് എന്ന് കേട്ടിട്ടുണ്ട്. വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ജോലിയാണ്? വൈറ്റ് കോളർ ജോബ്സ് എങ്ങനെയുള്ള പൊസിഷൻസ് ആണ് വൈറ്റ് കോളർ ജോബിൽ വരുന്നത്? എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈസ്റ്റ് പൊസിഷൻസ് ആണ് നമ്മൾ വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് അല്ലെ. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലിയാണ്. അപ്പൊ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന് മുകളിലാണോ താഴെയാണോ? ബ്ലൂ കോളർ യെസ്, നോർമൽ അല്ലെങ്കിൽ ഒട്ടും താഴെയുള്ള മുകളിലുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് ചെയ്യുന്നത്? മെഷീൻ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് ആണ് അല്ലെ. മെഷീൻ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ്സ് ആണ് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. പ്രത്യേകിച്ച് എങ്ങനെയുള്ളവരായിരിക്കുള്ളൂ? സ്കിൽഡ് ആയിട്ടുള്ളവരായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ആ ഒരു മേഖലയിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീൽഡിൽ മികച്ച തരം പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർ സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. There are maybe different types of maintenance technicians at your hospital. നമ്മൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ടെക്നീഷ്യൻസ്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാണ്?
ആരൊക്കെയാണ് വരുന്നത്? നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് വരുന്നത് ആരൊക്കെയാണ്? ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, HVAC ടെക്നീഷ്യൻസ് ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻസ്. HVAC ടെക്നീഷ്യൻസ് ആരാണെന്ന് അറിയാലോ? പഠിച്ചിട്ടുണ്ട് HVAC നമ്മള് അല്ലെ? ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻസ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രമാരൊക്കെയാണ് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ വരുന്നത്. അപ്പൊ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ബ്ലൂ കോളർ വർക്കേഴ്സ് ആണ്. അവരുടെ പ്രധാനമായിട്ടും അവരുടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടു വർക്ക് ഡയറക്ട്ലി ഓൺ മെഷീൻ റിപ്പയറിംഗ് ആൻഡ് സർവീസസ്. മെഷീൻ റിപ്പയറിംഗ് സർവീസസ് ആണ് അവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, HVAC ടെക്നീഷ്യൻസ് ആണ്. മെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Whether you are a hospital administrator or facilities manager looking to recruit new technical members for your maintenance team, or you are skilled worker thinking of switching over to the medical equipment maintenance field, several organizations now offer a number of recognized and authorized certifications like. അപ്പൊ നമുക്കറിയാം ഈ നമ്മള് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുന്ന ടെക്നീഷ്യൻസ് ഒക്കെ സ്കിൽഡ് ഉള്ളവരായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ നമ്മള്. അപ്പൊ അങ്ങനെയുള്ള ടീംസിനെ നമ്മൾ പ്രധാനമായിട്ടും റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നല്ല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉള്ളവരെ മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മിക്കതും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ല വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസിൽ നിന്നും ക്വാളിഫിക്കേഷൻസ് നേടിയ ടെക്നീഷ്യൻസുമാരെ മാത്രമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന പ്രധാന ഏജൻസികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മെയിൻ്റനൻസ് ടീമിൽ നമ്മൾ ആൾക്കാരെ ടെക്നീഷ്യൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? Certified Biomedical Equipment Technician CBET by AAMI. Then Biomedical Electronics Technician BMT. ഇവിടെ T ആണ് കേട്ടോ, T ആണ്. BMD എന്നാണ് എടുക്കുന്നത്, T ആണ്. Biomedical Electronics Technician BMT by ETA International. Master Certified Electronics Technician CETMA also by ETA International. ഇത് ETA Internationalന്റെ മാസ്റ്റർ സർട്ടിഫിക്കേഷൻസ് ആണ്. ഇത് ഡിപ്ലോമ ആണെങ്കിൽ തന്നെ മാസ്റ്റർ സർട്ടിഫിക്കേഷൻസ് ആണ്. എന്താ? മാസ്റ്റർ സർട്ടിഫൈഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ. ഓക്കെ, ഇലക്ട്രോണിക് ടെക്നീഷ്യൻ ഇന്റർനാഷണൽ. അപ്പൊ ഈ മൂന്ന് സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് സ്ഥാപനങ്ങൾ എന്താണ്? ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊന്നും, അതായത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. ഓക്കെ, അതായത് അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്തൊക്കെ? സർട്ടിഫൈഡ് ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ടെക്നീഷ്യൻ CBET by AMI, AAMI, then Biomedical Electronics Technician BMT by ETA International, Master Certified Electronics Technician CET also by ETA International. Okay, ഈ മൂന്ന് പ്രധാന അംഗീകൃത സർട്ടിഫിക്കറ്റ്സുകളാണ് നമ്മൾ ഇത്തരം സർട്ടിഫിക്കറ്റ്സ് ഉള്ള ടെക്നീഷ്യൻസിനെ മാത്രമായിരിക്കും നമ്മൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പേരുകളൊന്ന് നോക്കി വെച്ചേര് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ അംഗീകൃത ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് പ്രത്യേകിച്ചൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനേക്ക് ടെക്നീഷ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ. ഈ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ്. അപ്പൊ നമ്മളിപ്പോ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഒട്ടും ലോ ആയിട്ടുള്ള വർക്കേഴ്സ് അല്ല അവര് അല്ലെ, ഒട്ടും ലോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ആവറേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ഫീൽഡിലാണ് നമ്മൾ ബ്ലൂ കോളർ വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ വളരെ? ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ് ആരാണെന്നും ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അതിന് വേണ്ടതെന്നും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ജാനിറ്റോറിയൽ സ്റ്റാഫ്. അടുത്ത സ്റ്റാഫാണ് ജാനിറ്റോറിയൽ സ്റ്റാഫ്. Janitorial staff generally refers to a group of maintenance workers that are responsible for completing a variety of cleaning tasks. അതായത് ജാനിറ്റോറിയൽ സ്റ്റാഫ് എന്ന് പറയുന്നത് എന്താണ്?
മെയിൻ്റനൻസ് വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്ലീനിങ് സെക്ഷൻസും കൈകാര്യം ചെയ്യുന്നത്, ക്ലീനിങ് പ്രോഗ്രാംസ്, ക്ലീനിങ് ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന വർക്കേഴ്സ് ആണ് ആര്? ജാനിറ്റോറിയൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. The scope of their duties are their level of skill and training will vary depending on the facilities to be cleaned. അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും ജാനിറ്ററി സ്റ്റാഫ്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്? എന്തായിരിക്കും ചെയ്യുന്നത് ഇവര്? നിങ്ങൾ പറഞ്ഞു ക്ലീനിങ് ടാസ്കുകളാണെന്ന് പറഞ്ഞു അല്ലെ? അതായത് അവർക്ക് പ്രധാനമായും ക്ലീനിങ്, ശുചിത്വ പരിപാലനമാണ് അവർ പ്രധാനമായിട്ടുള്ളത്. അതായത് മെയിൻ്റനൻസ് വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ശുചിത്വങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻനെസ് നിലനിർത്തുക എന്നുള്ള ഡ്യൂട്ടീസ് ആണ് അവർ പ്രധാനമായും ചെയ്യുന്നത്. അപ്പൊ അതിൽ അവർ ട്രെയിൻഡ് ആയിരിക്കും, അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻസ് ഉള്ള സ്റ്റാഫുകൾ മാത്രമായിരിക്കും എന്തിലുണ്ടായിരിക്കുക? ജാനിറ്ററി സ്റ്റാഫിൽ ഉണ്ടായിരിക്കുക. For example, janitorial staff in a medical facility may need different skill sets compared to those working in casual office based or public work. അപ്പോൾ ഇവരുടെ പ്രധാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ സെറ്റിംഗ്സില് ഒരു സൈറ്റിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ പല സൈറ്റ്സിൽ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ യാതൊരു ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തവരല്ല, ആ ഒരു ഫീൽഡിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ മാത്രമായിരിക്കും എന്തിലുണ്ടായിരിക്കുക? ജാനിറ്റോറിയൽ സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഇപ്പൊ ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി ആണെങ്കിൽ പോലും എന്താണ്, പലതരത്തിലുള്ള മേഖലകൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത്, പല ഏരിയാസുകൾ. അതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്? Thus, their duties include sweeping, mopping and vacuuming of floors. ഇത് ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് കുറച്ച് അത് നമ്മൾ സാധാരണ ഡിപ്പാർട്ട്മെന്റ്സുകൾ ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഇവിടെ എന്താണ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ ഏജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ സ്പില്ലേജ് ബേസിസിൽ ക്ലീൻ ചെയ്ത പോലെ തന്നെ എന്താണ് ഇവിടെ ക്ലീൻ ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സുകളുണ്ട്. നമ്മൾ നോർമലി ഒരു ഡിപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വരുന്ന വസ്തുക്കള് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് അവർ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്? സ്വീപ്പിംഗ്, മോപ്പിംഗ് ആൻഡ് വാക്യൂമിംഗ് ഓൺ ഫ്ലോർസ്. ആൾസോ അപ്പൊ ഇത് അകത്ത് നടക്കുന്ന കാര്യം, മെയിൻ്റനൻസ് വർക്കിന്റെ അകത്ത് നടക്കുന്ന, ബിൽഡിങ്ങിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്വീപ്പ് ചെയ്യാൻ, മോപ്പ് ചെയ്യാണ്ട് വാക്ക് ചെയ്യാൻ, ഫ്ലോറുകളൊക്കെ വാക്വം ക്ലീനേഴ്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. ഇനി പുറത്തുള്ള വർക്ക്സുകൾ കൂടി ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. They will also be involved in keeping the outdoor grounds clean, removing snow and debris, trimming bushes, etc. ഇതൊക്കെ മറ്റു കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് പുറത്ത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടുള്ള ഗ്രൗണ്ട്സിൽ ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ എന്താണ് റിമൂവിങ് സ്നോ ആൻഡ് ഡിബ്രിസ്, എന്തെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നു. ട്രിമ്മിങ് പുഷസ്, നമ്മളെ പുറത്ത് ഔട്ട് സൈഡിൽ ചെയ്യുന്ന പുഷസ് കണ്ടിട്ടില്ലേ? പുഷസിന്റെ ചെടി കണ്ടിട്ടില്ലേ നിങ്ങള്? അവരിങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പുഷസ് എന്ന് പറഞ്ഞ പച്ച കളറിലെ ചെടി ഒരേ ലെവലിൽ നിലനിർത്തുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അത് ഗ്രൗണ്ട് വർക്ക്സുകളാണ്. അവരെ ഗ്രൗണ്ട് ക്ലീൻ ഔട്ട്ഡോറിൽ ചെയ്യുന്നവരെ ഗ്രൗണ്ട് വർക്കുകളാണ്. അപ്പൊ അതും കൂടി ആര് ചെയ്യുന്നുണ്ട്? അപ്പൊ വർക്ക് സൈറ്റിനകത്തുള്ള ക്ലീനിങ് സെക്ഷൻ മാത്രമല്ല പുറത്ത് നടക്കുന്ന വർക്ക്സുകളും അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, the duties are normally assigned daily or weekly by a supervisor, coordinator or some other overseer. അപ്പോ ഈ ജാനിറ്റോറിയൽ സ്റ്റാഫുകളുടെ വർക്ക് എന്ന് പറയുന്നത് ആരായിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? ഒന്നുകിൽ വീക്ക് ബൈ വീക്ക് ആയിട്ട് സൂപ്പർവൈസർ ആയിരിക്കുള്ളൂ. ഇപ്പൊ ഡെയിലി വർക്ക്സ് ആണെങ്കിൽ, വീക്ക്ലി വർക്ക് ആണെങ്കിൽ എന്താണ് സൂപ്പർവൈസർ അസൈൻ ചെയ്യും, അല്ലെങ്കിൽ കോർഡിനേറ്റർ അസൈൻ ചെയ്യും, അല്ലെങ്കിൽ ആരാണ് ഓവർസിയർ. ഇപ്പൊ ഇവര് 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും ഇവരുടെ വർക്കുകൾ അവർക്ക് കൊടുക്കുന്നത്, ഡ്യൂട്ടീസ് അവർക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. ഷിഫ്റ്റിനനുസരിച്ചിട്ടായിരിക്കും ഓരോ സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് അവർക്ക് ഡ്യൂട്ടീസ് കൊടുക്കുന്നത് ആരൊക്കെയാണ്? ഒന്നല്ലെങ്കിൽ സൂപ്പർവൈസർ, കോർഡിനേറ്റർ അല്ലെങ്കിൽ ഓവർസിയർ. Although they usually have entry level of basic education before employing janitorial staff, it's important to confirm that they have comprehensive experience handling a facility similar to yours. Cleaners and gardeners belong in this group. എന്താണ് ഇനി ജാനിറ്റോറിയൽ സ്റ്റാഫ് എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ലീനിങ് സ്റ്റാഫുകളായിട്ട് നമ്മൾ കാണരുത്. പക്ഷെ അങ്ങനെ ക്ലീനിങ് സ്റ്റാഫുകൾ മാത്രമല്ല, അവർക്ക് എന്താണ് അവർക്ക് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് കൂടി അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക് എഡ്യൂക്കേഷൻ ഇപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോ മിക്കവാറും 10th പാസ്സായവരായിരിക്കാം, അല്ലെങ്കിൽ +2 പാസ്സായവരായിരിക്കാം, അല്ലെങ്കിൽ +2 ഫെയിൽഡ് ആയിട്ടവരായിരിക്കാം.
ഇൻ കേസ് എന്തായാലും എന്താണ് 10th പാസ്സാവില്ല മിക്കവരുണ്ടായിരിക്കും അല്ലെ. അതിൽ താഴെയുള്ള കാറ്റഗറീസും വരാറുണ്ടെങ്കിലും എന്താണ് മിക്കതും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആ ക്വാളിഫിക്കേഷൻസ് എങ്കിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ ഉള്ളവരായിരിക്കും എന്താ ജാനിറ്ററി സ്റ്റാഫുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു കൺഫേം ദാറ്റ് ദേ ഹാവ് കോംപ്രഹെൻസീവ് എക്സ്പീരിയൻസ് ഹാൻഡ്ലിംഗ് ഫെസിലിറ്റീസ് ഇൻ യൂണിവേഴ്സ്. അപ്പൊ ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല, അവർ ചെയ്യുന്ന ജോലി ക്ലീനിങ് ജോലി ആണെങ്കിൽ കൂടി എന്താണ് അവർക്കത് അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ജോലിയിൽ അവരത് സ്കിൽഡ് ആണെന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഓക്കെ, ബേസിക് ക്വാളിഫിക്കേഷൻസ് അവർക്ക് ഉണ്ടായിരിക്കുകയും വേണം, അത് നമ്മൾ ഉറപ്പുവരുത്തേണം. അത് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കണം അവരെ റിക്രൂട്ട് ചെയ്യേണ്ടത്. അവർ തിരഞ്ഞെടുക്കുന്ന ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ കൂടി എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് കൂടി പരിഗണിച്ച് അതൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ക്ലീനിങ് സെക്ഷൻ ആണെങ്കിൽ കൂടി എന്താണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളെങ്കിലും അവർക്ക് വായിക്കാൻ വേണം അല്ലെ. ബോർഡിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് അവർക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതിന് എന്തുണ്ടായിരിക്കണം, ബേസിക് ക്വാളിഫിക്കേഷൻ എങ്കിലും അവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ആരൊക്കെ ഈ കാറ്റഗറിയിൽ ആരൊക്കെ ഉൾപ്പെടുത്താം, ക്ലീനേഴ്സും വരുന്നുണ്ട്, ഗാർഡനേഴ്സും ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ജാനിറ്റോറിയൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ക്ലീനിങ് സ്റ്റാഫുകളാണ് കേട്ടോ. അത്രയുള്ളതില് അപ്പൊ വെറൈറ്റി ക്ലീനിങ് ടാസ്കുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് എന്താണ് അത്യാവശ്യം ക്ലീനിങ് മേഖലയിൽ സ്കിൽഡ് ആയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. ബേസിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും. സ്വീപ്പിംഗ്, മോപ്പിംഗ് ആൻഡ് വാക്കിംഗ് ഫ്ലോർസ് ആൻഡ് ദെൻ ഔട്ട്ഡോർ ഗ്രൗണ്ട് വർക്ക്സുകളും ഇവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവരെ ഡ്യൂട്ടി അനുവദിച്ചു കൊടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആരൊക്കെയാണ്? സൂപ്പർവൈസർ, കോർഡിനേറ്റർ അല്ലെങ്കിൽ ഓവർസിയർ ആയിരിക്കും അവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ ജാനിറ്റോറിയൽ സ്റ്റാഫ് ആരാണെന്ന്? ഒന്നുമില്ല, ക്ലീനിങ് സ്റ്റാഫിനെയാണ് ഈ പറയുന്നത് കേട്ടോ. ഇങ്ങനെ കൊടുത്തിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പിള്ളേരെ നമ്മുടെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. Yes. ഞാനൊന്ന് ശ്വാസപ്പെട്ടിട്ട് പറയാളോ നെക്സ്റ്റ് ഏത് ചാപ്റ്റർ ആണെന്ന് വെയിറ്റ്. നെക്സ്റ്റ് നമ്മുടെ 7th മൊഡ്യൂളിലാണ് അല്ലെ. 7th മൊഡ്യൂളിലെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞ ചെറിയ ചാപ്റ്റർ ആണ്. ചെറിയ ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചാപ്റ്റർ ഓർഗനൈസേഷൻ ബിഹേവിയർ ഏറ്റവും വലിയ ചാപ്റ്റർ ആണ് അല്ലെ. ഏറ്റവും വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ ടീച്ചർ കാര്യം പറയട്ടെ, അത് 2-3 ടീച്ചേഴ്സ് ആയിരിക്കും ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. 2-3 ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ഒറ്റ ആൾക്ക് തീർക്കണമെങ്കിൽ തീർക്കാം നമുക്ക്, പക്ഷെ കുറെ നാളെ വെച്ച് ചിലപ്പോൾ ഒരു മാസമെങ്കിലും വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അത് 3 ടീച്ചേഴ്സ് അല്ലെങ്കിൽ 2 പേരായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെ ടീച്ചേഴ്സിന്റെ പേര് വെച്ച് എഴുതി ഒന്ന് നോട്ട് ചെയ്ത് പോണം കേട്ടോ. ഓക്കെ, മൺഡേ തുടങ്ങി അത് തുടങ്ങും കേട്ടോ. മൺഡേ തുടങ്ങി ഓർഗനൈസേഷൻ ബിഹേവിയർ ആയിരിക്കും എടുക്കുന്നത്. ചിലപ്പോ മറ്റേ ആർദ്ര മിസ് ആയിരിക്കും എടുക്കുന്നത്, ആർദ്ര പ്രീവി മിസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, എനിക്ക് ആ ഒരു ചാപ്റ്റർ കൂടി അല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. ബാക്കി ടീച്ചേഴ്സിന്റെ സെർച്ച് ഉണ്ടല്ലേ. ഇന്നലെ ക്ലാസ് കോഴ്സ് എടുത്ത് കൊടുത്തിരിക്കുക. ഓക്കെ, എമർജൻസി കോഴ്സ്. ഇന്നലെ നമ്മൾ ബാർകോഡ് പഠിച്ചപ്പോ 3 കോഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അത്രയല്ല, ഒട്ടനവധി കോഴ്സുകൾ ഉണ്ട്. 3 ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് കേട്ടോ. അത് മാത്രമൊന്നുമല്ല, ഒട്ടനവധി കോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമിന് മുമ്പായിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് മാത്രം നിങ്ങൾ പഠിച്ചു പോയാൽ മതി കേട്ടോ. എല്ലാം കൂടി പഠിക്കുന്നു. ഇതിൽ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്നത് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
Okay, ശരി, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് മന്ത് ഉണ്ടാവും എന്തായാലും എക്സാം കേട്ടോ. നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് കൂടി ഉണ്ടാവും. ബൈ. Okay, thank you.